40-ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു പലർക്കും ദുആ ചെയ്തിട്ട് കാഴ്ച നേടിക്കൊടുക്കുന്നുണ്ട്. ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദിൻ്റെ കാഴ്ച പോയിട്ട് ഉസ്താദ് എന്താ ദുആ ചെയ്യാത്തത്? 40 കൊല്ലം ഏതായാലും കാഴ്ച ഉണ്ടല്ലോ, ഇനിയൊരു 40 കൊല്ലം കാഴ്ച ഇല്ലാതാവട്ടെ, എന്നാൽ എനിക്ക് മനസ്സിലാവുമല്ലോ കാഴ്ചൻ്റെ വില. 80-ാമത്തെ വയസ്സിൽ ശിഷ്യന്മാർ ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടാണ് മഹാനവറുകൾ ദ്വാരന്ന് വാങ്ങുന്നതെന്ന് ചരിത്രത്തിൽ കാണാം. പറഞ്ഞതിൻ്റെ താല്പര്യം വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം. അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിഅമത്ത്, അതിൻ്റെ വില മനസ്സിലാക്കാൻ തന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും കഴിയൂല. അതിനൊറ്റ ഒരു ഉദാഹരണം പറഞ്ഞ് വിഷയത്തിൻ്റെ കാതലായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇബ്നു സമ്മാക്ക് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ റളിയല്ലാഹു അൻഹു ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന ഒരു സന്ദർഭം ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഹാറൂൺ റഷീദിൻ്റെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഹാറൂൺ റഷീദിനോട് ഇബ്നു സമ്മാക്ക് തങ്ങൾ ചോദിച്ചു, ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. ചോദ്യത്തിന് അത്ര വലിയ ആഴമുണ്ട് എന്ന് ഹാറൂൺ റഷീദിന് ബോധ്യമാവാത്ത പോലെ, എന്താണ് അങ്ങനെ ചോദിച്ചാലുള്ള അർത്ഥം മനസ്സിലായില്ല അല്ലേ? ഈ വെള്ളം നിങ്ങൾക്ക് യഥേഷ്ടം കുടിക്കാൻ വിചാരിക്കുമ്പോഴെല്ലാം, ദാഹിക്കുമ്പോഴെല്ലാം കിട്ടുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാവാത്തത്? ഒരു ദിവസം നിങ്ങൾക്ക് കലശമായ ദാഹം അനുഭവപ്പെട്ടു. കൊട്ടാരത്തിൽ എവിടെയും വെള്ളം ഇല്ല. രാജ്യം മുഴുവനും പരിധി നോക്കി, ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. നിങ്ങളുടെ തൊണ്ട വറ്റി, ഉമിനീര് വറ്റിപ്പോയി. ഒരു തുള്ളി വെള്ളം ഇപ്പോൾ കുടിച്ചില്ലെങ്കിൽ നിങ്ങൾ മരണപ്പെടും എന്ന ആ ഘട്ടത്തിലേക്ക് എത്തി. എവിടൊന്നും വെള്ളം കിട്ടാനില്ല. മരണം ഉറപ്പിച്ചുകൊണ്ട് ഏതായാലും മരിക്കുമല്ലോ എന്നുള്ള ഉറപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കാണിച്ചിട്ട് പറഞ്ഞു, രാജാവ് ഇത് ശുദ്ധ വെള്ളമാണ്, കുടിക്കാൻ പറ്റും, ഞാൻ സംഘടിപ്പിച്ചതാണ്, ഈ വെള്ളം നിങ്ങൾക്ക് തരാം, എങ്കിൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും, പക്ഷെ പകരം ഒന്ന് കിട്ടണം. എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ രാജ്യത്തിൻ്റെ നേരെ പകുതി ഭാഗം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ ഇതവിടെ കോട്ട് ചെയ്ത് സെമി കോളൻ ഇട്ടിട്ട് ഇബ്നു സമ്മാക്ക് റളിയല്ലാഹുവിൻ്റെ ചോദ്യം, ആ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പകരം നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം കൊടുക്കുമെന്ന്. ഹാറൂൺ റഷീദ് ഭരിച്ച രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലത്തെ ഒരു രാജ്യമല്ല. വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് മൂപ്പര്. അബ്ബാസിയ ഡൈനാസ്റ്റിയിലെ വെൽ നോൺ റൂളറാണെന്നർത്ഥം. അത്രയും രാജ്യങ്ങൾ മൂപ്പരുടെ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുണ്ട്. ആ രാജ്യത്തിൻ്റെ പകുതി ഭാഗം തരണം എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായതാണ്. അങ്ങനെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് കൊടുക്കുമോയെന്ന് ചോദിച്ചു. യെസ്, കൊടുക്കും അല്ലേ? അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ വില മനസ്സിലാവുക. പഠിച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾക്ക് വില തിരിയാത്തത്. എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടി, ടോയ്ലറ്റൊക്കെ 100 തവണ എങ്ങാനും പോയി, ഒരു രക്ഷയിൽ ഒരു തുള്ളി മൂത്രം പോണില്ല, വേദനിച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കാനിരിക്കാനും കഴിയുന്നില്ല. എല്ലാവരും നിർദ്ദേശിക്കുന്ന വെള്ളം കുടിക്കാൻ, കുടിച്ച് വയറ് വീർത്തു വന്നു. പിന്നെ വെള്ളം കുടിക്കാൻ പറയുന്ന ആളോട് നിങ്ങൾക്ക് ദേഷ്യമായി. എന്താണ് ഞാൻ എത്ര കുടിച്ചു എന്നിട്ട് ചൂടാവാൻ തുടങ്ങി. അത്രയും നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് വയറ് വീർത്തു വന്നിട്ടുണ്ട്. ഒരു തുള്ളി മൂത്രം പോകാൻ നിങ്ങളിങ്ങനെ ആഗ്രഹിച്ച് മുട്ടിയത് വയർന്ന് ഒരു രക്ഷയില്ല നിങ്ങൾക്ക്. ഇനി ഏതെങ്കിലും ഒരു ഡോക്ടർ വെള്ളം കുടിക്കാൻ പറയുകയാണെങ്കിൽ അയാളെ തല പോകാൻ സാധ്യത ഉണ്ട്. അത്രയും നിങ്ങൾ വെള്ളം കുടിച്ചിട്ടുമുണ്ട്, മൂത്രം പോകണില്ല. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു ഗുളിക, ഒരു ക്യാപ്സ്യൂൾ, ഒരു മരുന്ന് എടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിച്ചാൽ മൂത്രമൊക്കെ സ്മൂത്തായിട്ട് പോകും, ഇല്ലെങ്കിൽ എന്നെ കൊന്നോളി, നോ പ്രോബ്ലം, കണ്ടീഷനായി പറയണത്. പക്ഷേ ഗുളിക തരാനായിട്ടില്ല. എന്തേ? നിങ്ങളെ രാജ്യം മുഴുവൻ എനിക്ക് തരണമെന്ന്. ഒരു മൂത്രം ജസ്റ്റ് പോകുന്നതിന് നിങ്ങളെ രാജ്യം മുഴുവൻ തരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ചു. കൊടുക്കുമെന്ന്
കൊടുക്കുമല്ലോ അല്ലേ? അങ്ങനെയാണ് ടോയ്ലറ്റിൽ നിന്ന് നിർവഹണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഗുഫ്രാനക കഴിഞ്ഞിട്ട് പറയുന്നൊരു വാക്കില്ലേ, അത് ഹൃദയത്തിൽ നിന്നാണ് പറയേണ്ടത്. അൽഹംദുലില്ലാഹ് അല്ലാഹ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയുന്ന അൽഹംദുലില്ലക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ കാർ എടുത്തിട്ട് ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ തലയാടിലൂടെ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്ലോ ആക്കി പെട്ടെന്നുണ്ട് ഒരു മരം അങ്ങോട്ട് വീണ്, ഒരു കെട്ടിടം അങ്ങനെ തന്നെ പൊട്ടി വീണ് 2-3 ആൾക്കാർ അവിടുന്ന് അതിൻ്റെ താഴെപ്പെട്ട് പരിക്കായി. നമ്മൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1/2 സെക്കൻഡ് 1 സെക്കൻഡിൽ രക്ഷപ്പെട്ടപ്പോൾ നമ്മൾ അന്ന് പറയുന്ന ഒരു അൽഹംദുലില്ലാ, അത് മനസ്സെന്നുള്ളതാണ്. മറ്റേതില്ലേ, ഏത് നിസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അത് മനസ്സെന്നല്ല. അതാണ് നിഅമത്ത് അറിയാത്ത ജീവിതവും നിഅമത്ത് അറിഞ്ഞുകൊണ്ടുള്ള ജീവിതവും തമ്മിലുള്ള ഡിഫറൻസ്.